മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, നാം ആഗോള കത്തോലിക്ക സഭയിലെ 24 റീത്തുകളിൽ ഒരു റീത്തായ സീറോ മലബാർ സഭയിലെ അംഗങ്ങളാണ്. അതോടൊപ്പം തന്നെ പാശ്ചാത്യമായ രീതിയിൽ ലത്തീൻ സഭയും പൗരസ്ത്യ രീതിയിലുള്ള മലങ്കര കത്തോലിക്ക സഭയുമുണ്ട്. ഓരോ സഭയ്ക്കും തനതായ ശൈലിയിലൂടെ മാർപ്പാഭയുമായി രമ്യപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് നാം ഇന്ന് കാഴ്ചവെക്കുന്നത്. ഇന്ത്യയിലെ മലങ്കര കത്തോലിക്ക സഭയും ലാറ്റിൻ കത്തോലിക്ക സഭയും സഭയുടെ അധിപനായ മാർപ്പാപ്പയെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ, അതുപോലെ തന്നെ സീറോ മലബാർ സഭയിലെ ഒരു രൂപതയിൽ മാത്രം വിഘടനം നടത്തിക്കൊണ്ട് കർത്താവായ യേശു സ്ഥാപിച്ച സഭയെ അനുസരിക്കുവാനോ സഭയുടെ അധിപനായ മാർപ്പാപ്പയെ അനുസരിക്കാനോ തയ്യാറല്ലാതെ വിഘടിച്ചുകൊണ്ട് ഈ സഭയെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്ന കുടിലതന്ത്രങ്ങളിൽ പെട്ടുപോയിട്ടുള്ള ജനവും പുരോഹിതരും ഇടയന്മാരും അറിയുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ മെസ്സേജ് നൽകുന്നത്. ഞാനെന്നും വളരെ പ്രൗഢിയോടുകൂടിയാണ് ഈ കത്തോലിക്ക സഭയിൽ അംഗമാണ് എന്നുള്ളതിൽ വളരെയധികം സന്തോഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എൻ്റെ യോഗ്യതയോ എൻ്റെ പഠനമോ എൻ്റെ സമ്പത്തോ ഒന്നുമല്ല കർത്താവായ ദൈവം എന്നെ ഈ സഭയിൽ അംഗമാകുവാനായിട്ട് തിരഞ്ഞെടുത്തത്. അതെല്ലാം കർത്താവിൻ്റെ ഹിതമാണ് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. എന്തെന്നാൽ എൻ്റെ ആഗ്രഹമോ ആയിട്ടാണ് ഞാൻ ജനിച്ചതെന്നോ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെയാണോ ഞാനിവിടെ ഇപ്പോൾ ജീവിക്കുന്നതെന്നോ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടാണോ ദൈവസന്നിധിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്തതെന്നോ എനിക്ക് പറയുവാൻ സാധ്യമല്ല. എല്ലാം പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നത് തന്നെയാണ്. ഈ സഭയിലൂടെ നാം ദൈവത്തിങ്കിലേക്ക് എത്തുവാനായിട്ട്, നമ്മുടെ പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കുവാനായിട്ട് നമ്മുടെ കഴിവുകൾ കൊണ്ട് ഒന്നും സാധ്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ വഴിയും സത്യവും ജീവനുമായ യേശുവിലൂടെ പിതാവായ ദൈവത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധ്യമാകുമെന്ന് വചനം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതിനായി കർത്താവായ യേശു, പിതാവായ ദൈവത്തിൻ്റെ വാഗ്ദാനമായ യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി ധ്യാതനായെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം, പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാനായിട്ട് ദിവ്യബലിയായി കാൽവരിക്കുന്നില്ല. ആ യോഗ്യതയുടെ പുറത്താണ് നാം ഇന്ന് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിതനായി സ്വർഗീയ രാജ്യത്തിന് അവകാശം ലഭിച്ചിരിക്കുന്നത്. കർത്താവായ യേശു ഉദ്ധിതനായ ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ, പ്രാതലിന് ശേഷം തൻ്റെ കൂടെ ഉള്ള ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസിനോട് യേശു ചോദിക്കുകയുണ്ടായി, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് മറുപടി പറയുന്നു, ഉവ്വ കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഉടൻ ഉത്തരം കർത്താവ് നൽകുന്നുണ്ട്, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. വീണ്ടും കർത്താവ് പത്രോസിനോട് വീണ്ടും ചോദിക്കുകയാണ്, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? വീണ്ടും കർത്താവ് എന്നോട് പത്രോസ് പറയുന്നു, ഉവ്വ കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങ് അറിയുന്നുവല്ലോ, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് യേശു മറുപടി നൽകും. വീണ്ടും ഇതേ ചോദ്യം തന്നെ ആവർത്തിക്കുന്നു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈ 3 പ്രാവശ്യം ചോദിച്ചപ്പോൾ
പത്രോസിന് മനസ്സിൽ വളരെ വിഷമങ്ങൾ തോന്നിയെങ്കിലും മറുപടി പറയുന്നുണ്ട്, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്നും അങ്ങെല്ലാം അറിയുന്നുവെന്നും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ യേശു പറയുന്നു, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. ആടുകളും കുഞ്ഞാടുകളും തമ്മിൽ വ്യത്യസ്തതയുണ്ട്. കുഞ്ഞാടായിരിക്കുന്ന ശിശുക്കളായിരിക്കുന്നവർക്ക് മാത്രമേ സ്വർഗീയ രാജ്യത്തിലേക്ക് പ്രവേശിക്കുക സാധ്യമാവുമെന്ന് വചനത്തിലൂടെ നമ്മളെ കർത്താവ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്തുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ, പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചേരുവാൻ പരിശുദ്ധിയുള്ളവർക്ക് മാത്രമേ സാധ്യമാവൂ. തൻ്റെ അജഗണത്തിന് എന്നും ദൈവീകമായ കൂദാശ ലഭിച്ചുകൊണ്ട് സ്വർഗീയ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കർത്താവായ യേശു സ്ഥാപിച്ച സഭയാണ് ഈ കത്തോലിക്ക സഭ. അവയെ നയിക്കുവാനായിട്ട് കർത്താവ് ആദ്യത്തെ അജപാലകനായി പത്രോസിനെ തെരഞ്ഞെടുത്തു. അത് ഏറ്റവും വിഷമകരമായ ഒരു ദൗത്യമാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് കർത്താവായ യേശു 3 പ്രാവശ്യം ശിമിയോൻ പത്രോസിനോട് ചോദിക്കുന്നത്. കാരണം ഇത് വലിയൊരു ദൗത്യമാണ് കർത്താവ് ഏൽപ്പിക്കുന്നത്. ഇന്നും ഈ ലോക അവസാനം വരെ ഈ സഭ നിലനിൽക്കുമെന്നും ഈ സഭയിലൂടെ ദൈവം തെരഞ്ഞെടുത്ത ജനം പിതാവായ ദൈവത്തിലേക്ക് ചേരണമെന്നും കർത്താവായ യേശു ആഗ്രഹിക്കുന്നു. എന്നാൽ ഓരോ ജനത്തിനും അവരുടേതായ ഇഷ്ടങ്ങളും മറ്റും സ്വീകരിക്കുവാനായിട്ട് ദൈവം എതിര് നിന്നിട്ടില്ല. ജ്ഞാനം ലഭിച്ചുകൊണ്ട്, ദൈവത്തെ അറിഞ്ഞുകൊണ്ട്, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട്, ദൈവത്തെ ആരാധിച്ചുകൊണ്ട് സ്വർഗീയ രാജ്യത്തിലും പിതാവിനോടൊപ്പം ആനന്ദം പങ്കിടുവാനായിട്ട് കർത്താവ് നമുക്ക് ഒരുക്കിയ സഭയാണ്. പിശാചിനാൽ പ്രേരിതമായി ദൈവജനത്തിന് ദുഷ്പ്രേരണ നൽകിക്കൊണ്ട് ഇടയന്മാരും പുരോഹിതരും പ്രവർത്തിക്കുമ്പോൾ അവർക്ക് നല്ലത് തങ്ങളുടെ കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴങ്ങളിലേക്ക് എറിയപ്പെടുക എന്നതാണ് ഈ നിത്യനാശത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് എന്ന് പറയേണ്ടി വരുന്നു. സഭയെ എതിർത്തുകൊണ്ട് എന്താണ് ഇവർ നേടേണ്ടത്? തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കുക, സഭക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് കർത്താവായ ദൈവത്തിങ്കിലേക്ക് എത്തുവാനുള്ള ആത്മീയതയും അതോടൊപ്പം തന്നെ ഭൗതികതയുമാണ് നഷ്ടപ്പെടുന്നത്. എന്തെന്നാൽ ആത്മീയതയുടെ വശത്തിലേക്ക് നോക്കുമ്പോൾ ഒരിക്കലും കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റാത്തവരെ സ്വർഗീയ രാജ്യത്തിലേക്ക് പ്രവേശിക്കുക, അവരുടെ തലമുറകൾ പ്രവേശിക്കുക അസാധ്യമാണെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഹൈറാർക്കി സമ്പ്രദായത്തിലുള്ള ഈ സഭയിൽ എല്ലാം സഭാ സംവിധാനങ്ങളോട് ചേർന്നിട്ടുള്ളതാണ്. ഇവിടെ ഉള്ള ദേവാലയങ്ങളും മറ്റെല്ലാം തന്നെ സഭയുടെ കീഴേ ഉള്ളതാണ്. ഇന്ന് പല സഭകളിലും വിഭിന്നമായിട്ട് ചിന്താഗതിയോടുകൂടി സഭയെ നശിപ്പിക്കുന്നതായ അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയെല്ലാം അവർക്ക് ആത്മീയത നഷ്ടപ്പെട്ടത് കൂടാതെ അവർക്ക് ആരാധിക്കുവാനുള്ള ദേവാലയം പോലും നഷ്ടപ്പെട്ടതായിട്ടാണ് കാണുന്നത്. കാരണം ആഗോള കത്തോലിക്ക സഭയുടെ ചട്ടം അങ്ങനെയാണ്. കർത്താവായ യേശു സഭ സ്ഥാപിക്കുന്നതിന് മുമ്പും കർത്താവിന് ശിഷ്യന്മാരുണ്ടായിരുന്നു. നിത്യജീവന്റെ വചസ്സുകൾ എന്നുള്ള ഭാഗം നാം എടുത്ത് വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ അറിയിക്കുന്നുണ്ട്, കർത്താവിൻ്റെ ശിഷ്യന്മാർ സുവിശേഷമെല്ലാം ഉദ്ഘോഷിച്ച ശേഷം കർത്താവായ യേശു സിനഗോഗിൽ വെച്ച്
വചനം ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യണം എന്ന് പറയുമ്പോൾ ആ ശിഷ്യന്മാർ കർത്താവിൽ ഇടറി എന്നാണ് പറഞ്ഞത്. പിന്നീട് ഇവർക്കൊരിക്കലും ആ കർത്താവിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അനന്തമായ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നുകർന്ന് ജീവിക്കുവാൻ സഭയെ അനുസരിച്ചേ പറ്റൂ. അതല്ല, നിങ്ങൾ നിത്യനാശത്തിലേക്ക് നിങ്ങൾക്ക് സഞ്ചരിക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടെയും പോകാം. നിങ്ങളൊരു രാജ്യത്തിലോ ഒരു സംസ്ഥാനത്തോ ഒരു സംഘടനയിലോ ഒരു ഭവനത്തിലോ നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ എല്ലാത്തിനും അതിൻ്റേതായ ചിട്ടകളും നിയമങ്ങളും എല്ലാം ഉണ്ട്. ഇനി വിഘടിച്ചു പോകുന്ന ഈ സഭാ വിഭാഗത്തിലും നിയമങ്ങൾ ഉണ്ടാകില്ലയോ? അപ്പോൾ ആരെയാണ് നിങ്ങൾ തോൽപ്പിക്കുന്നത്? നിങ്ങൾ ആരുടെ കെണിയിലാണ് പെട്ടുപോയിരിക്കുന്നത്? സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ ഓടിയെടുക്കുമ്പോൾ നാം ആശ്രയിക്കേണ്ടത് കർത്താവായ ദൈവത്തിലായിരിക്കണം. ഈ സഭാ സംവിധാനങ്ങളിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള അനന്തമായ സ്നേഹം, ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങൾ നാം മറക്കാതെ എന്നും നമ്മുടെ ജീവിതത്തിലും തലമുറകളുടെ ജീവിതത്തിലും നിത്യമായ ജീവിതത്തിലും കർത്താവിനോട് കൂടെ ചേർന്നുകൊണ്ട് നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം. നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം ലഭിക്കട്ടെ എന്നും അങ്ങനെ കർത്താവിനെ അനുസരിച്ചുകൊണ്ട് കർത്താവായ യേശു സ്ഥാപിച്ച സഭയെ അനുസരിച്ചുകൊണ്ട് നാം മുന്നോട്ട് നീങ്ങുവാൻ ശ്രമിക്കുക. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്, ശൗലായിരുന്ന പൗലോസ് അപ്പോസ്തല പ്രവർത്തനത്തിൽ പറയുന്നുണ്ട്, സഭയുടെ ആരംഭ കാലഘട്ടത്തിൽ സഭാമക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ശൗൽ കർത്താവിനെതിരെ പ്രവർത്തിക്കുവാൻ, സഭാമക്കളെ പീഡിപ്പിക്കുവാനായിട്ട് ഉത്തരവുമായി കുതിരപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ കർത്താവിൻ്റെ മിന്നലൊളി അദ്ദേഹത്തിൻ്റെ മേൽ പതിക്കുകയും കുതിരപ്പുറത്തുനിന്ന് താഴെ വീഴുകയും അദ്ദേഹം അന്ധനായി തീരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കർത്താവായി യേശു ശൗലിനോട് ചോദിക്കുന്നു, ശൗൽ ശൗൽ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? ഇവിടെ യേശുവാണോ ഉണ്ടായിരുന്നത്? യേശുവിൻ്റെ ആത്മാവാണോ ഉണ്ടായിരുന്നത്? ഉദിതനായ യേശു പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ സഭയിൽ സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ശൗലിനെതിരെ കർത്താവിൻ്റെ ആത്മാവാണ് പ്രവർത്തിച്ചത്. അതെ, ഇന്നും പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൻ്റെ അവസാന കാലത്തോളം പരിശുദ്ധാത്മാവ് നമ്മൾ നിറയും. പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കുന്നത്. അതിനായി സംവിധാനങ്ങൾ കർത്താവ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിത്യനാശത്തിലേക്ക് പോകുവാനുള്ളവർക്ക് ആ നിത്യനാശത്തിലേക്ക് നിങ്ങൾ പൊയ്ക്കൊള്ളുക. നിങ്ങൾക്ക് എല്ലാത്തിനും അനുമതി കർത്താവ് തന്നിട്ട് നല്ല വഴിയും തിരഞ്ഞെടുക്കാം, മോശമായ വഴിയും തിരഞ്ഞെടുക്കാം. എന്നാൽ ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്, അതുകൊണ്ടിട്ടാണ് ഞങ്ങളും നിങ്ങളെ ഈ സഭയിലൂടെ നിത്യരക്ഷയിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് ഞങ്ങൾ നിങ്ങൾക്കെതിരെ ഒന്നും സംസാരിക്കാതെ ഇരുന്നത്. സഭാതലവന്മാർ പോലും നിങ്ങളോട് ദയ കാണിച്ചത് അത് കർത്താവിൻ്റെ ഇടപെടലായിരുന്നു. എന്നാൽ ഇന്നും നിങ്ങൾ കർത്താവിനെതിരെ പ്രവർത്തിക്കുവാനായിട്ട്, കർത്താവിനെതിരെ പിറുപിറുക്കുവാനായിട്ട്, കർത്താവിൻ്റെ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് കർത്താവിനെ തെരുവുകളിലും ദേവാലയങ്ങളിലും അവഹേളിച്ചുകൊണ്ട് ഇനിയും ഇതേപോലെയുള്ള അവഹേളനങ്ങൾ കർത്താവിനെതിരെ പ്രവർത്തിക്കുമ്പോൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഈ മക്കൾക്ക് ഒരിക്കലും അത് കണ്ടു നിൽക്കുക അസാധ്യമാണ്. തീർച്ചയായും കർത്താവിൻ്റെ ദൂതന്മാർ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കും. നിങ്ങൾ അറിയുകയില്ല. നോഹയുടെ കാലഘട്ടത്തിലെ പോലെ തന്നെ നിങ്ങൾ തിന്നും കുടിച്ചും
വിവാഹം ചെയ്തും വിവാഹം കഴിപ്പിച്ചും നിങ്ങൾ ദൈവത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടും നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുന്ന അവസ്ഥയിലായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം ഉണ്ടാവുക. അനുദപിക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. നിങ്ങൾക്ക് നിത്യമായ രക്ഷ ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്ന് നിങ്ങളുടെ ബ്രദർ തോമസ് ജോർജ്.